Somebody wants to say something to someone. ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ട്. എത്ര ഭംഗിയായാണ് ദേവദൂതൻ സിനിമയ്ക്കായി ആ ടാഗ് ലൈൻ സംവിധായകൻ സിബി മലയിലും തിരക്കഥാകൃത്ത് രഘുനാഥ് പലേരിയും കുറിച്ചിട്ടത്. ഒരുപക്ഷെ ആ വാചകം പോലെ തന്നെ 2000-ൽ ആ സിനിമ ഇറങ്ങുമ്പോൾ പറയാൻ എന്തൊക്കെയോ ബാക്കി വെച്ചിരുന്നു. കാലത്തിന്റെ ആവശ്യം പോലെ ഇന്നാണ് പ്രേക്ഷകരോട് ആ സിനിമ പൂർണ്ണമായും പറഞ്ഞു തുടങ്ങിയത്. 24 വർഷം മുൻപ് മരിച്ചുപോയ സിനിമ ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഒന്ന് ചിന്തിച്ചാൽ സിനിമാ കഥ പോലെ തന്നെ എന്തോ മിസ്റ്ററി ആ സിനിമയ്ക്ക് പിന്നിലുമുണ്ട്. കാണാം, ടേക്ക്. ഒരു കാലത്ത് തിയേറ്ററിലെത്തിയപ്പോൾ പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങുകയും പിന്നീട് വാഴ്ത്തിപ്പാടൽ ഏറ്റുവാങ്ങുകയും ചെയ്ത നിറയെ സിനിമകളുണ്ട്. അതിലൊരെണ്ണം റീ റിലീസിൽ സൂപ്പർ ഹിറ്റായി കാഴ്ച മലയാളത്തിലല്ലാതെ ലോകത്തെങ്ങും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. തിയേറ്ററിൽ ഫ്ലോപ്പായ സിനിമയുടെ രണ്ടാം ഭാഗം എത്തി വിജയമായതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും തിയേറ്റർ പരാജയമായ സിനിമ അതേ തിയേറ്ററുകളിൽ തന്നെ 2 പതിറ്റാണ്ടിനിപ്പുറം വിജയമായി മാറുന്നത് അതിശയകരം തന്നെയാണ്. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കുമല്ലേ സിനിമ ഒരു മാജിക്കൽ കലാരൂപമാണെന്ന് പറയുന്നത്. ഒരു സിനിമയുടെ വിജയ പരാജയം എങ്ങനെ നിർണ്ണയിക്കാനാണ്? ക്ലാസിക്കായി മാറിയ പല സിനിമകളും തിയേറ്ററിൽ വലിയ വിജയം സൃഷ്ടിച്ചവയല്ല. എന്നാൽ തിയേറ്ററിൽ ദീർഘനാൾ പ്രദർശന വിജയം നേടി ക്ലാസിക്കായി മാറിയ സിനിമകളുമുണ്ട്. മോഹൻലാലിന്റെ ദേവദൂതനെ കുറിച്ച് പ്രേക്ഷകർ ഇനി എങ്ങനെയാകും പറയുന്നത്? കാലത്തിന് മുന്നേ പിറന്ന് പരാജയപ്പെട്ട് പിന്നീട് പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം തിയേറ്ററിലെത്തി വിജയമായ ക്ലാസിക് എന്നും. എന്തായാലും അതിലൊരു കൗതുകമുണ്ട്. സിനിമയുടെ റീ റിലീസുമായി ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ച് സംവിധായകൻ സിബി മലയിൽ തന്നെ പറഞ്ഞത്, ദൈവികമായ ഇടപെടലില്ലെങ്കിൽ എങ്ങനെയാണ് കുപ്പത്തൊട്ടിയിൽ കളഞ്ഞ ഒരു സിനിമ മാണിക്യമായി വരിക? ആ മിസ്റ്ററിയെക്കുറിച്ച് സംവിധായകൻ തന്നെ പറയുകയാണ്. ഈ സിനിമയ്ക്ക് അങ്ങനത്തെ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഏതോ ഒരു മിസ്റ്ററി ഈ സിനിമയെ പിന്തുടരുന്നുണ്ട്. നമ്മൾ ആദ്യം ചെയ്യാൻ 42 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യം ചെയ്യാനായിട്ട് നമ്മൾ വർക്ക് ചെയ്തൊരു സ്ക്രിപ്റ്റാണ്. അന്ന് നടക്കാതെ പോയി. 18 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അത് വേറെ രീതിയിൽ, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇത്രയൊരു സ്റ്റാറിൻ്റെയും കൂടെ പങ്കാളിത്തത്തോടുകൂടി അത് ചെയ്യാൻ കഴിയുന്നു. അതും സ്വീകരിക്കപ്പെടാതെ പോയി. വീണ്ടും 24 വർഷങ്ങൾക്ക് ശേഷം ആ സിനിമ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തണമെന്ന് ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് മലയാള സിനിമയിൽ മുമ്പ് ഉണ്ടാകാത്തൊരു കാര്യങ്ങളാണ്. അപ്പോൾ അത് സാധ്യമായത് തന്നെ എന്തോ മോഹൻലാൽ സൂചിപ്പിച്ചുകൊണ്ട് എന്തോ ഒരു അത്ഭുതകരമായ ഒരു ഭാഗ്യം ഈ സിനിമയ്ക്കുണ്ട് എന്നുള്ളതാണ്. റീ റിലീസുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നടന്ന ചടങ്ങിലാണ് ദേവദൂതൻ സിനിമയ്ക്ക് വലിയ ഭാഗ്യമുണ്ടെന്ന് നായകനായ മോഹൻലാൽ പറയുന്നത്. ഒപ്പം ഇറങ്ങിയതും പിന്നീട് പ്രേക്ഷകർ കണ്ടതുമായ പല സിനിമകളുടെയും പ്രിന്റുകൾ ലഭ്യമാകാത്തപ്പോഴാണ് ദേവദൂതൻ വീണ്ടും വെള്ളി വെളിച്ചത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ശരിക്കും അതിന് പിന്നിൽ എന്തെങ്കിലും മാന്ത്രികതയുണ്ടോ? നമ്മുടെ ഈ സിനിമ പ്രസാദ് ലാബിലായിരുന്നു. അവിടെ ഇത് ഇൻടാക്റ്റായിട്ട് ഇതിൻ്റെ നെഗറ്റീവ് ഉണ്ടായിരുന്നു, ഇതിൻ്റെ സൗണ്ട് ട്രാക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഈ സിനിമയ്ക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഷൂട്ട് ചെയ്തേക്കുന്ന സിനിമാസ്കോപ്പിലാണ്. ഇപ്പം എൻ്റെ കിരീടം തൊട്ട് തുടങ്ങി ദശരഥം വരെയുള്ള സിനിമകളൊക്കെ 35 mm ഷൂട്ട് ചെയ്തത്. ഞാൻ ആദ്യമായിട്ട് സിനിമാസ്കോപ്പിൽ ഷൂട്ട് ചെയ്യുന്നത് ഈസാനും അബ്ദുള്ളയാണ്. അതിനു മുമ്പുള്ള എല്ലാ സിനിമകളും 35 mm. പിന്നെ DTSൻ്റെ തുടക്കകാലത്ത് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ മികച്ച സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. നമുക്ക് ഈ സിനിമയ്ക്ക് കിട്ടിയ ഭാഗ്യം എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മുടെ കയ്യിൽ വളരെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഒരു വിഷ്വൽ ആൻഡ് സൗണ്ട് അതിൻ്റെ ഒരു കാര്യങ്ങൾ സൂക്ഷിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. തിയേറ്ററിൽ പരാജയപ്പെട്ടെങ്കിലും ദേവദൂതൻ എന്ന സിനിമയിൽ സിബി മലയിൽ എന്ന സംവിധായകനുണ്ടായിരുന്ന ആത്മവിശ്വാസമാണ് പുതിയ തലമുറയ്ക്കും ആ സിനിമയൊരു അനുഭവമായി മാറിയത്. ഈ കഥ ആദ്യം നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ തൊട്ട് ആ കഥയോടുണ്ട് എൻ്റെ വിശ്വാസം ഇപ്പോഴും പൂർണ്ണമായിട്ടും അങ്ങനെ തന്നെയാണ്. അതിനൊരു ഏറ്റക്കുറച്ചിലുണ്ടായിട്ടില്ല. തിയേറ്ററുകളിൽ അതിന് കിട്ടിയ സെറ്റ് ബാക്കൊന്നും എൻ്റെ കൺവിക്ഷനെ, എൻ്റെ ആ സിനിമയോടുള്ള വിശ്വാസത്തെ ഒരിക്കലും ബാധിച്ചിട്ടില്ല. തിയേറ്ററുകൾ അത് നിരാകരിക്കപ്പെട്ടു. അത് നമുക്ക് നിരാശ കാരണമായി തീർന്നു. പക്ഷെ അതുകൊണ്ടൊന്നും നമ്മൾ ചെയ്ത ആ പ്രോഡക്റ്റ്, ആ സിനിമ ഒരു മോശം സിനിമയാണെന്നോ അത് സ്വീകരിക്കപ്പെടാതെ പോകുന്ന സിനിമയാണെന്നുള്ള ചിന്ത എനിക്ക് അന്നും ഇന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പുതിയ വേർഷനിലേക്ക് വരുമ്പോൾ കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് നമ്മളത് അതിൻ്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്നത്. തിയേറ്ററുകളിൽ ഇത് പൂർണ്ണമായിട്ടും സ്വീകരിക്കപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇന്നുണ്ട്. കാരണം ആ കാലത്ത് 2000-ൽ സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ കാണുകയും ആസ്വദിക്കുകയും ചെയ്യേണ്ടിയിരുന്നൊരു തലമുറയ്ക്ക് അതിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ അന്നത്തെ മറ്റ് പല സാഹചര്യങ്ങളും, മോഹൻലാലിൻ്റെ സ്റ്റാർഡം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അതിനെ തടസ്സമായി നിന്നിട്ടുണ്ടെങ്കിൽ ഇന്ന്
നമ്മുടെ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന പുതിയ തലമുറ എന്ന് പറയുന്നത് കുറച്ചും കൂടെ തുറന്ന മനസ്സോടെ സിനിമയെ സമീപിക്കുന്നതാണ്. ഒരു ലോകത്തിൽ ഇറങ്ങുന്ന ഏറ്റവും പുതിയ സിനിമകൾ വരെ അവർക്ക് കാണാൻ കഴിയുന്നുണ്ട്. സിനിമയുടെ പുതിയ സാങ്കേതികതകളെക്കുറിച്ച്, കഥ പറച്ചിൽ രീതികളെക്കുറിച്ചൊക്കെ അവർക്ക് പുതിയ കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ ഇത് കാലത്തിന് മുമ്പേ പിറന്ന ഒരു സിനിമ 2000-ൽ ഇറങ്ങുമ്പോൾ അത് കാലത്തിന് മുമ്പേ പിറന്ന ഒരു സിനിമ എന്ന രീതിയിലൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇപ്പോഴാണ് ഈ 2024 ഈ സിനിമയുടെ കാലം എന്ന് ഉള്ളൊരു തിരിച്ചറിവാണ് പ്രേക്ഷകർക്കും അവരോടൊപ്പം ഞങ്ങൾക്കും. ആദ്യ റിലീസിൽ അമ്പെ പരാജയപ്പെട്ടെങ്കിലും തിയേറ്ററിൽ കണ്ടതിന്റെ 100 ഇരട്ടി പേർ പിന്നീട് ദേവദൂതൻ ടെലിവിഷനിലും യൂട്യൂബിലും കണ്ടു. ഒന്ന് ചിന്തിച്ചാൽ ആ കഥ പോലെ തന്നെ ആയിരുന്നില്ലേ സിനിമയുടെയും വിധി? തന്റെ തിരോധാനത്തെപ്പറ്റി പ്രണയിനി അലീനയെ അറിയിക്കുവാൻ നിഖിൽ മഹേശ്വരന്റെ ആത്മാവ് വിശാൽ കൃഷ്ണമൂർത്തിയിലൂടെ ശ്രമിക്കുന്നു. എന്നാൽ തെറ്റിദ്ധാരണയാൽ അന്ന് കേൾക്കാൻ പോലും കൂട്ടാക്കാതെ അലീന വിശാലിനെ ആട്ടിപ്പുറത്താക്കുന്നു. വർഷങ്ങൾക്കിപ്പുറം അതേ വിശാലിലൂടെ തനിക്ക് സംഭവിച്ചത് മഹേശ്വർ അലീനയെ അറിയിക്കുന്നു. ദേവദൂതൻ സിനിമയ്ക്കും അതുതന്നെയല്ലേ സംഭവിച്ചത്? ആദ്യം സിനിമയെ പ്രേക്ഷകർ ആട്ടിപ്പായിച്ചു. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എത്തി അതിന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചിരിക്കുന്നു. ദേവദൂതൻ എല്ലാ അർത്ഥത്തിലും നിഗൂഢതകൾ പേർന്ന എന്തോ ഒന്നുണ്ട് അതിൽ. സംഗീതത്തിൽ, അഭിനയത്തിൽ, കാഴ്ചക്കാരന്റെ ഹൃദയത്തിൽ നിഗൂഢമായ എന്തോ ഒന്ന്.